കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ ആകെ നീളം എന്നത് 209 കിലോമീറ്റർ അല്ലെങ്കിൽ 129 മൈലാണ്. എത്രയാണ്? 209 കിലോമീറ്റർ അല്ലെങ്കിൽ 129 മൈൽ. ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എന്നത് ആനമലയിൽ നിന്നാണ്. അപ്പോൾ ഭാരതപ്പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ആനമലയിൽ നിന്നാണ്. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ്. അതേപോലെ ഭാരതപ്പുഴ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്നത് നിള, പേരാർ, പൊന്നാനിപ്പുഴ എന്നിവയാണ്. അപ്പോൾ നിള, പേരാർ, പൊന്നാനിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. അതേപോലെ ഇത് ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റാണ്. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെ? ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെ? പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ഈ 3 ജില്ലകളിൽ കൂടിയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം. പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലമാണ് പൊന്നാനി. അപ്പോൾ ഭാരതപ്പുഴ പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടൽ. അപ്പോൾ ഏത് സ്ഥലത്ത് വെച്ചാണ് പതിക്കുന്നത്? പൊന്നാനിയിൽ വെച്ച്. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം എന്നത്. അപ്പോൾ ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ഏതാണ്? പൊന്നാനി തുറമുഖം. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് ശോകനാശിനി പുഴ എന്നാണ്. എന്താണ്? ശോകനാശിനി പുഴ. എവിടെയാണ് അറിയപ്പെടുന്നത്? ചിറ്റൂരിൽ. അപ്പോൾ ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി പുഴ എന്ന പേര് നൽകിയ വ്യക്തി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അതേപോലെ നാരായണീയം രചിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥലമാണ് തിരുനാവായ. അതായത് തിരുനാവായ എന്നത് മാമാങ്ക ആഘോഷം നടക്കുന്ന സ്ഥലവുമാണ്. ഈ സ്ഥലം ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്ന നദി ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ തീരത്താണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുരിശിമംഗലം സ്ഥിതി ചെയ്യുന്നത്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ചെറുതുരുത്തി. ചെറുതുരുത്തി എവിടെയാണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള സ്നാനഘട്ടത്തെ ഔദ്യോഗികമായി ശബരിമല ഇടത്താവളമായി പ്രഖ്യാപിച്ച പദ്ധതിയാണ് മിനി പമ്പ പദ്ധതി എന്നത്. എന്താണ്? ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള സ്നാനഘട്ടത്തെ ഔദ്യോഗികമായി ശബരിമല ഇടത്താവളമായി പ്രഖ്യാപിച്ച പദ്ധതിയാണ് മിനി പമ്പ പദ്ധതി. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിലെ മായന്നൂർ. ഏതാണ്? തൃശ്ശൂർ ജില്ലയിലെ മായന്നൂർ. അവിടെയാണ് ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം. പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദിയാണ് കണ്ണാടിപ്പുഴ. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നതും കണ്ണാടിപ്പുഴയാണ്. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് പൊന്നാനിക്കായലാണ്. ഏതാണ്? ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് പൊന്നാനിക്കായലാണ്. അപ്പോൾ പൊന്നാനിക്കായൽ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള നദീതടം എന്നത് ഭാരതപ്പുഴയുടെ നദീതടമാണ്. 6186 ചതുരശ്ര കിലോമീറ്ററാണ് ഭാരതപ്പുഴയുടെ നദീതടത്തിൻ്റെ വിസ്തീർണം. ഇതിൽ 4400 ചതുരശ്ര കിലോമീറ്റർ കേരളത്തിലും ബാക്കി 1786 ചതുരശ്ര കിലോമീറ്റർ തമിഴ്നാട്ടിലുമാണ്. നിളാതീരത്തെ പ്രസിദ്ധമായ ഒരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. ഏതാണ്? തോൽപ്പാവക്കൂത്ത്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ്. ഏതാണ്? ഭാരതപ്പുഴയിലാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? MT വാസുദേവൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തി P കുഞ്ഞിരാമൻ നായർ. ഇത് രണ്ടും അഡീഷണൽ പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ ഭാരതപ്പുഴയെക്കുറിച്ച് നല്ലതുപോലെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ 1-2 വട്ടം കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഹാപ്പി ലേണിംഗ്.